നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്. ശബരിമല അയ്യപ്പന് വീണ്ടും കിടക്കപ്പുറതിയില്ല. അയ്യപ്പൻ്റെ നട അടച്ചിരിക്കുകയാണ്. ഇനി അടുത്ത മലയാള മാസം ആദ്യമാണ് തുറക്കുന്നത്. പക്ഷേ അയ്യപ്പൻ്റെ ഓരോ വർഷം കഴിയുന്നവരും അയ്യപ്പൻ്റെ ഈ ആഭരണ ഭൂഷണാദികളൊക്കെ ഊരിക്കൊണ്ട് പോകുന്നുണ്ട്, ഉരച്ചുകൊണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇളയിക്കൊണ്ട് പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 2025 ചെമ്പെന്ന് പറഞ്ഞ് ദ്വാരപാല ശില്പങ്ങൾ, അതിലായത് ഇതിനു മുമ്പുള്ള കൊള്ളക്കാരന്മാർ ഇതിനെ കൊണ്ടുപോയി സ്വർണം ബഫ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അത് വെളുത്തുപോയി. കാരണം സ്വർണത്തിൻ്റെ അളവ് കുറവായിരുന്നു. അപ്പോൾ അത് മറയ്ക്കാൻ, ആ തെളിവ് നശിപ്പിക്കാനായിട്ട്, അത് തെളിവായി ഇരിക്കാതിരിക്കാനായിട്ട് വീണ്ടും ഒന്നുകൂടി ഒരു കോട്ടിങ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. പക്ഷേ ചെമ്പാണ്, ചെമ്പിൽ സ്വർണം മുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അതിനും കാശ് കോടികളടിച്ച് മാറ്റി. അതെ, ശരിക്കും അങ്ങനെയാണ്. ഇപ്പോൾ പ്രശാന്ത് കേസിൽ പ്രതിയാണ് അല്ലേ? പ്രതിയായി. അതെ, പ്രശാന്തും അന്നത്തെ ഭരണസമിതി, അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ അനില, പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അങ്ങനെ പിന്നെ എല്ലാം കൂടി അന്നത്തെ തന്ത്രി മറ്റേ മോഹനരുടെ മകൻ കണ്ഠരര് മഹേഷ് മോഹൻ ആ പയ്യനും കുടുങ്ങിയിരിക്കുകയാണ്. ആ പയ്യൻ്റെ അറിവില്ലാതെ ദ്വാരപാലക ശില്പം ഇളക്കിക്കൊണ്ട് പോകില്ലെന്ന് SITക്ക് ബോധ്യമായി. ബാക്കി എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത്? ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞതുപോലെ പ്രശാന്തിൻ്റെ വിഷയം, പ്രശാന്ത് 2023 നവംബറിലാണ് അവിടെ അധികാരമേൽക്കുന്നത്. അപ്പോൾ പ്രശാന്തിൻ്റെ കാലത്ത് വളരെ ആസൂത്രിതമായിട്ടാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ സാധനം ഇളക്കിക്കൊണ്ട് പോകുന്നത്. ഇത് തെളിവുകൾ മറയ്ക്കാനും സത്യം പുറത്തു വരാതിരിക്കാനും പിന്നെ ബാക്കിയുള്ളതും കൂടെ അടിച്ചു മാറ്റാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് ഈ കേവലം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ഭരണസമിതിക്ക് മാത്രമായിട്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ വളരെ കൃത്യമായിട്ട് അതിൻ്റെ പുറകിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഏതോ ഉന്നതരായ ഒരു ശക്തി, തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്. പ്രശാന്തിനെ അവിടെ വെച്ചത് രാഷ്ട്രീയ നേതൃത്വമാണല്ലോ. അപ്പോൾ ദേവസ്വം മന്ത്രിക്ക് അതിൽ പങ്കുണ്ട്. അന്നത്തെ മന്ത്രിസഭയുടെ തലവനായിരിക്കുന്ന മുഖ്യമന്ത്രി അറിയാതെ ഈ കാര്യങ്ങൾ നടക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഈ ഉന്നതൻ ഇപ്പോൾ നിയമസഭയിലുണ്ടോ? അല്ല, ഇപ്പം നിയമസഭയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയുക വരട്ടെ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തും. പക്ഷെ വരട്ടെ, നമുക്കത് പറയാം. നമ്മൾ കാരണം ലഭ്യമായ കാരണം 3 മുൻ ദേവസ്വം മന്ത്രിമാരും നിയമസഭയിൽ ഇപ്പോഴില്ല. കടകംപള്ളി സുരേന്ദ്രൻ, നമ്മുടെ രാധാകൃഷ്ണൻ, പിന്നെ വാസവൻ. ഈ 3 പേരും ഇല്ല. ഈ ദേവസ്വം മന്ത്രിമാരില്ല. പക്ഷെ ഈ ഉന്നതരായ ചിലരൊക്കെ ഉണ്ട്. അവരൊന്നും ഇതിന്ന് പോയിട്ടില്ല. ഇതിപ്പോഴും നിയമസഭയിലൊക്കെ ഉണ്ട്. തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് വിശകലനം നടത്തി വരുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വലിയ കരുത്തരായ ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. ആ കരുത്തരായ ആൾക്കാരില്ലാതെ കേവലം ഈ ശബരിമലയിലെ കാര്യങ്ങളിൽ പത്മകുമാരനാകട്ടെ പ്രശാന്തിനാകട്ടെ ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല, എളുപ്പമല്ല. മനസ്സിലായില്ലേ? 2018 ആരംഭിച്ച ഗൂഢാലോചനയാണ് ഈ സ്വർണം, ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. അതായത് വിജയ് മല്യ പൊതിഞ്ഞു കൊടുത്ത ആ സ്വർണം അവിടുന്ന് അടിച്ചു മാറ്റി ഈ തട്ടിപ്പ് നടത്താനായിട്ട് 2018 ആരംഭിച്ച ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയിൽ വളരെ കൃത്യമായിട്ട് അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഫിറ്റ് ചെയ്യുന്നു. അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. 2019 ഈ സ്പോൺസർ എന്ന് പറയുന്ന അവതാരങ്ങളാണ്. നോക്കൂ, നമ്മുടെ ഈ 2016 അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞെന്താണ്? അവതാരങ്ങളെ സൂക്ഷിക്കണം, അവതാരങ്ങളെ ഈ അധികാര ശ്രേണിയുടെ ചുറ്റും കിടന്ന് കറങ്ങാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവതാരങ്ങൾ കടന്നു വന്നു. സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രമല്ല, ശബരിമലയിലും അവതാരങ്ങൾ വന്നു. ആ അവതാരങ്ങളാണ്, സ്പോൺസർമാരുടെ രൂപത്തിൽ വന്ന ആ അവതാരങ്ങളാണ് ഈ സകല തട്ടിപ്പുകളുടെയും ചുക്കാൻ പിടിച്ചത്. അതിനവരെ ഉപയോഗിച്ച് ഇതെല്ലാം നടത്തി പണമുണ്ടാക്കിയത് ആരൊക്കെയാണ് എന്നുള്ളതാണ് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കടന്നു വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർമാരെ കൊണ്ടുവരുന്നത്. ഈ സ്പോൺസർമാരെ ഉപയോഗിച്ച് അവിടെ പലതും ചെയ്യുന്നു, പല മാറ്റങ്ങളും വരുത്തുന്നു,
പല പുരോഗമനപരമായ പ്രവർത്തനങ്ങളും നടത്തുന്നു അല്ലേ? അതെ. ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഇവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അതായത് ഇളക്കിയെടുക്കാവുന്നതൊക്കെ ഇളക്കിയെടുത്തിട്ട് പുതിയ സ്പോൺസർ കൊണ്ട് വേറൊരെണ്ണം കൊണ്ടുവെക്കുന്നു. അത് കുറെ കൂടെ എന്താ പറയാ, ഇത് പിന്നെ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നാത്ത വിധത്തിൽ കൊണ്ടുവയ്ക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ തട്ടിപ്പിൻ്റെ ഒരു ചെറിയ ഇത് പറയുകയാണ് ഞാൻ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി തീർത്ത് 2 പീഠം അവിടെ ഉണ്ടായിരുന്നു. പീഠത്തിലാണല്ലോ ദ്വാരപാലക ശില്പങ്ങൾ നിൽക്കുന്നത്. ഈ പീഠം പുതിയത് കൊണ്ടുവച്ചപ്പോൾ അളവ് ശരിയാകുന്നില്ല. ഒരു ദ്വാരപാലക ശില്പത്തിൻ്റെ കാലിന് ഇടത് കാലിനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കേടുണ്ടായി. മുട്ടുതൊട്ട് കേടുണ്ടായി. അതിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണ പാളിക്ക് കേട് സംഭവിച്ചു. ഇത് ഒരു എന്താ പറയുക, യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരു പാളിയിൽ ഒരു 10 പവൻ സ്വർണ്ണമുണ്ടെങ്കിൽ ഈ പാളി റീക്രിയേറ്റ് ചെയ്ത് അത് പുനർനിർമ്മിച്ച് വരുമ്പോൾ ചിലപ്പോൾ 8 പവൻ അതിൽ നിന്ന് പോയി കാണും. അപ്പൊ സ്വാഭാവികമായിട്ടും പാളിയുടെ സൈസ് 8 പവനല്ല 9 പവനും പോയി കാണും. ബാക്കി പൂശല്ലേ. സ്വാഭാവികമായിട്ടും ഈ പീഠം ഉണ്ടല്ലോ, പീഠം സ്വാഭാവികമായിട്ടും വീണ്ടും ചെറുതാവും. തീർച്ചയായിട്ടും. എന്നിട്ട് ഇത് താങ്കളുടെ ശേഷി ഈ ദ്വാരപാല ശില്പത്തിന് ഉണ്ടാവില്ല. കാരണം നല്ല വെയിറ്റുള്ള. തീർച്ചയായിട്ടും. അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു അളവിന് യോജിക്കാത്ത പീഠം കൊണ്ട് വയ്ക്കുന്നു. ആ പീഠം അവിടെ ഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് പ്രതിമയ്ക്ക് കേടുപാട് സംഭവിക്കുന്നു. ദ്വാരപാലക ശില്പത്തിന് കേട് സംഭവിക്കുന്നതും പീഠം ഊരിക്കൊണ്ടുപോയിട്ട് എവിടെ വെച്ചു? ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ചു, ഒളിപ്പിച്ചു. വയ്ക്കുകയല്ല ചെയ്തത്, ഒളിപ്പിച്ചു. ദ്വാരപാലക ശില്പത്തിന് കേടുപറ്റി എന്ന് പറഞ്ഞാൽ അത് മാറ്റി. അപ്പോൾ വ്യക്തമല്ല, ഇത് തട്ടിപ്പിന് വേണ്ടിയിട്ടാണ്, ഇത് സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ഇനി അരിയാഹാരം കഴിക്കുന്നവർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. വിജയമല്യ 98 തോന്നുന്നു ശബരിമലയിൽ സ്വർണം 98-99 കാലത്ത് അദ്ദേഹം സ്വർണം പൂശിയെങ്കിലും ഈ അവിടുത്തെ പോലീസ് കാവലെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ഡല മകരവിളക്ക് സീസണിലും വരയിൽ അന്നൊക്കെ മാസം 1-2 ദിവസം തുറക്കുള്ളൂ. ഈ മലയാള മാസം 1-ാം തീയതി, പിന്നീട് 5 ദിവസമാക്കിയത്. അപ്പോൾ മാത്രമേ ഈ പോലീസ് സുരക്ഷയുള്ളൂ. ശബരിമല തീർത്ഥാടനത്തിന്റെ സീസൺ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ മകരവിളക്ക് കഴിഞ്ഞ് മേൽശാന്തി പടിയിറങ്ങി നട അടയ്ക്കുന്നത് വരെയുള്ള ആ ഒരു സുരക്ഷാ കാലയളവ് ഉണ്ടാകുകയുള്ളൂ. അപ്പോഴാണ് കേന്ദ്രസേന, കേരള പോലീസിന്റെ കമാൻഡോസ് ഇവരെല്ലാം കൊണ്ടവിടെ വിന്യസിക്കുന്നത്. പിന്നെ അയ്യപ്പൻ അവിടെ ഫ്രീ ആണ്. അയ്യപ്പനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണമൊക്കെ അവിടെ തന്നെ ആർക്ക് വേണമെങ്കിലും, പിന്നെ അത് ശബരിമല ആയതുകൊണ്ട് അങ്ങനെ ആരും എടുത്തുകൊണ്ട് പോകില്ലെന്ന് വയ്ക്കാം. അപ്പോൾ അവർക്കറിയാം, ഈ കൊള്ളക്കാരന്മാർക്കറിയാം, അവിടെ ഒരു സുരക്ഷയുമില്ലാതെ ഈ മഴയത്തും വെയിലത്തും മഞ്ഞിലൊക്കെ അയ്യപ്പൻ്റെ സ്വർണം ഇങ്ങനെ ചുറ്റും കിടക്കുകയാണ്. എന്നാൽ പിന്നെ അവിടെ എന്തിനാ വല്ലപ്പോഴും ഇത് വളരെ കൃത്യമായിട്ട് ഈ ദേവസ്വം മാനുവൽ അനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്യേണ്ടത് അവിടെ വെച്ചാണ്. ഈ ദേവന്റെ അംഗങ്ങളിൽ പെടുന്നത്, അവയവങ്ങളിൽ പെടുന്നതാണ് ഇതൊക്കെ. കൊടിമരം, ബലിക്കല്ല്, അതുപോലെ തന്നെ നമസ്കാര മണ്ഡപം, ശ്രീകോവില്, താഴികക്കുടം, ഇതെല്ലാം ബലിക്കല്ലുകൾ, ഇതെല്ലാം ദേവന്റെ 18ാം പടി വരെ ദേവന്റെ അംഗത്തിൽ അവയവങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ അതിൽ നിന്ന് ഒരു വസ്തുവും അവിടുന്ന് അടർത്തി കൊണ്ടുപോകരുത്. ഇതിലെല്ലാം ദേവചൈതന്യം എങ്ങനെയാണോ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നത് അതുപോലെ ഈ അംഗങ്ങളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഭക്തരുടെ സങ്കല്പം. ഭക്തരങ്ങനെയാണ് അതിനെ കരുതുന്നത്. അതുകൊണ്ടാണ് അവർ ഈ 18ാം പടി തൊട്ട് കണ്ണി വെക്കുന്നത്. 18 പടിയും തൊട്ട് കണ്ണി വയ്ക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് അയ്യപ്പനാണ്, അയ്യപ്പൻ്റെ ചൈതന്യം അതിനകത്ത് കുടികൊള്ളുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സാധനങ്ങളൊന്നും തന്നെ ക്ഷേത്ര നിയമങ്ങളനുസരിച്ച്, ആചാരങ്ങളനുസരിച്ച്, അനുഷ്ഠാനങ്ങളനുസരിച്ച്, സർവോപരി ദേവസ്വം മാനുവൽ അനുസരിച്ച്, ദേവസ്വം മാനുവൽ ഉണ്ടാക്കുന്നതും ഈ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും വെളിച്ചത്തിലാണ്. അല്ലാതെ ദേവസ്വം മാനുവൽ ഒരു സുപ്രഭാതത്തിൽ ആർക്കെങ്കിലും തോന്നിയതനുസരിച്ച് എഴുതി വെച്ചതല്ല. കാലങ്ങളായിട്ട് പരമ്പരാഗതമായി തുടർന്ന് വരുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ചടങ്ങുകളുടെയും ഒക്കെ ഭാഗമായിട്ടാണ് ദേവസ്വം നിയമം, ചട്ടങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇത് ദേവൻ്റെ അംഗം ഏതെങ്കിലും വിധത്തിൽ ഇത് സ്വർണം അറ്റകുറ്റപ്പണി ചെയ്യണമെങ്കിൽ അത് അവിടെ വെച്ച് ചെയ്യണം. അതിനെ അഴിച്ച് ദേവൻ്റെ അനുജ്ഞ വാങ്ങി അഴിച്ച് അവിടെ വെച്ച് തന്നെ അത് ചെയ്യണം. എന്നിട്ട് തിരിച്ച് അവിടെ വെച്ച് തന്നെ അത് പിടിപ്പിക്കണം. പിടിപ്പിച്ചതിന് ശേഷം പഞ്ചശുദ്ധിയൊക്കെ ചെയ്ത് നവീകരണ കലശം
ചെയ്യാം. അത് ഓരോ ക്ഷേത്രങ്ങളുടെ ആ വരുമാനവും അവരുടെ കയ്യിലിരിപ്പും അനുസരിച്ച് ചെയ്യാം. ചിലർക്കത് വളരെ ബൃഹത്തായിട്ട് ചെയ്യാം, ചിലരങ്ങനെയല്ല. പിന്നെ വരുമാനം കുറവുള്ള ക്ഷേത്രത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ അവർ അവിടെ വെച്ച് പഞ്ചശുദ്ധിയൊക്കെ ചെയ്ത് അതിന് ലളിതമായ ചടങ്ങുകളിൽ അത് ഒതുക്കും. ഇത്രയും സ്വർണം എന്നാൽ ഇപ്പം ഇന്ന് മറ്റേ മഞ്ഞ ലോഹമാണ് അല്ലേ? എല്ലാവർക്കും എവിടെ ഒരു തരി സ്വർണം കണ്ടാലും അതിന് 1,00,000 രൂപ വിലയാണ്. ഒരു പവൻ സ്വർണത്തിന് 1 പുറത്ത് വിലയാണ്. ഈ ഇത്രയും വിലപിടിപ്പുള്ള സ്വർണം എന്ന ആ മഞ്ഞലോഹം, ഈ മഞ്ഞലോഹം എത്ര ലാഘവത്തോടെയാണ് അവർ ഇളകിക്കൊണ്ട് പോകുന്നത്. ട്രാക്ടറിൽ ചാക്കി കെട്ടിയായിരിക്കും കൊണ്ടുപോയത്. അങ്ങനെ തന്നെയാണ് കൊണ്ടുപോയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പത്മകുമാറിനാണെങ്കിലും ശരി, പ്രശാന്തിനാണെങ്കിലും ശരി, ഇതൊന്നും ചെയ്യാനുള്ള തൻ്റെ ഇടമോ ധൈര്യമോ ഇല്ല. ഇതിൻ്റെ പുറകിൽ വളരെ കൃത്യമായിട്ട് കരുത്തരായ ആരൊക്കെയുണ്ട്, ദൈവതുല്യരായ ആരൊക്കെയോ ഉണ്ട്. അത് ഒന്നിലധികം പേരുണ്ട്. ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ട് തന്ത്രിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി അവസാനം. അപ്പോൾ ഈ SIT അറസ്റ്റ് ചെയ്യുന്നവർക്കെല്ലാം സ്വാഭാവിക ജാമ്യം കിട്ടുകയാണ്. അത് തന്നെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് വ്യക്തമല്ലേ? അല്ല, പക്ഷേ SIT ഇപ്പോൾ പറയുന്നത് 1 ഗ്രാം സ്വർണം പോലും തൊണ്ടി മുതൽ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് എങ്ങനെ റിക്കവർ ചെയ്യാൻ? ബെല്ലാരിയിലെ ആ സ്വർണ്ണ വ്യാപാരിയുടെ കയ്യിൽ നിന്നും 4 വഴിക്ക് പോയി. അതുകൊണ്ട് അവരിപ്പോൾ ശാസ്ത്രീയമായിട്ട് ഈ സ്വർണത്തിന്റെ 98-ൽ പൂശിയ സ്വർണത്തിന്റെ മാറ്റും ഇപ്പോൾ, കാരണം ഏറ്റവും മുകളിൽ ശ്രീകോവിലിൻ്റെ അവിടെയൊക്കെ പഴയ സ്വർണ്ണം ഇരിപ്പുണ്ട്, മല്ലിയ പൂശിയ, അതിൻ്റെ മാറ്റം ഇപ്പോൾ ഇളക്കിയ സ്വർണം 2025 വരെ കട്ട് ഓഫ് ഡേറ്റ് വരെ ഇളക്കി അതിനെ നേർപ്പിച്ച് അടിച്ചുകൊണ്ടുപോയ സ്വർണം, ഇതിൻ്റെയൊക്കെ ഉത്തരേന്ത്യയിലെ ലാബിൽ ശാസ്ത്രീയമായിട്ട് പരിശോധനയ്ക്ക് വിട്ടേക്കണം. അതുകൊണ്ട് ഹൈക്കോടതിയോട് വീണ്ടും ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തു. ഇവർ ഈ പ്രതിപട്ടികയിൽ ചേർത്ത് റിപ്പോർട്ട് കൊടുത്തിട്ട് SIT ചോദിച്ചിരിക്കുന്നത് ആ റിപ്പോർട്ട് വരുന്നവരെ സാവകാശം വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ വാതിൽപ്പാളികളും കട്ടിളപ്പടികളിലും ഉള്ള സ്വർണ്ണമാണ് ആദ്യം ഇവർ ഇളക്കുന്നത്. അതിലെ പാളിയാണ് ഇളക്കി അറ്റകുറ്റപ്പണിക്കെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പിന്നെയാണ് ദ്വാരപാലക ശില്പം. പിന്നെ മറ്റേ കൊണ്ടുപോയിട്ട് കാര്യമില്ല. പിന്നെ വാതിൽപ്പാളിയിൽ പിന്നെ സ്വർണ്ണമില്ല. സ്വർണ്ണം മറ്റേ നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പർ പോലെ പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് നടന്നിരിക്കുകയാണ്. അതായത് പത്മകുമാറിൻ്റെ കാലത്ത് നടന്ന കൊള്ള, അത് ഈ പാളികൾ കട്ടളപ്പടികൾ ഇതിൽ നിന്നൊക്കെയാണ്. പിന്നീട് പ്രശാന്തിൻ്റെ കാലം വന്നപ്പോഴത്തേക്ക് അത് ദ്വാരപാലക ശില്പങ്ങൾ, അതിൻ്റെ പീഠം, അതിന് ചുറ്റും പൊതിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെയായി മാറി. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. അതായത് ഘട്ടം ഘട്ടമായി ശബരിമലയിലെ സ്വർണം മുഴുവനും അടിച്ചു മാറ്റാൻ വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന കൊള്ള, അത് ഈ 2025-ൽ അത് 2024-25 കാലമായപ്പോഴത്തേക്ക് അത് പൊളിഞ്ഞ് അതിലെ രഹസ്യങ്ങൾ പുറത്തു വന്നു തുടങ്ങി. അത് പ്രത്യേകിച്ച് അതിനവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ജില്ലാ ജഡ്ജി കൂടിയായ അദ്ദേഹമാണ് ഇത് തടഞ്ഞത്. അതിന് മുമ്പിരുന്ന് ആർക്കും ഇത് തടയാൻ തോന്നിയില്ല. അവരിത് തൊട്ട് കണ്ണി വെച്ച് തൊഴുത് പ്രാർത്ഥിച്ച്, അറ്റകുറ്റപ്പണിക്കല്ലേ, അയ്യപ്പൻ്റെതല്ലേ, കൊണ്ടുപോയി ഇത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി ഇത് തിരിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് അവരതിനെ എല്ലാ പ്രോത്സാഹനവും കൊടുക്കുകയായിരുന്നു. പക്ഷേ ഈ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്ക് അതിനകത്തുള്ള അപകടം മനസ്സിലായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് തടയുകയും പഴയ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ ഭീകരമായ കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ അനസ്യൂതം തുടരും. ഇത് പിന്നെ ഒരു പക്ഷേ ഈ ഇടത് സർക്കാരിൻ്റെ കാലം കഴിഞ്ഞും ഇത് തുടരും. UDF സർക്കാർ വന്നു എന്ന് പറഞ്ഞ് ഈ കൊള്ളയിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. അങ്ങനെ പതുക്കെ ഈ ശബരിമല ശ്രീകോവിലിനെ പൊതിഞ്ഞിരുന്ന മുഴുവൻ സ്വർണവും ഈ പറഞ്ഞതുപോലെ മേൽക്കൂര അടക്കം താഴികക്കുട അടക്കം പിന്നെ ബലിക്കല്ലിനെ ഈ ഒക്കെ പൊതിഞ്ഞിരുന്ന ഈ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയേനെ. അതെന്തോ നടന്നില്ല. ഈ 2024-25 കാലത്ത് മുരാരി ബാബു വീണ്ടും അവിടെ വന്നല്ലോ. മുരാരി ബാബു വന്നപ്പോഴാണ് വീണ്ടും ഈ ദ്വാരപാലക ശില്പങ്ങളിൽ കൈവച്ചത്. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി നടന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ, പ്രശാന്തിൻ്റെ പുറകിൽ ഒരു വൻ ശക്തിയുണ്ട്. ആ വൻ ശക്തിയെ വളരെ കൃത്യമായിട്ട് പൊക്കണം. അതിന് ഈ പ്രശാന്തിൻ്റെ അറസ്റ്റ് ഇത്രയും ചിന്തിച്ചാൽ മതിയല്ലോ. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തവർ എന്തുകൊണ്ട് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തില്ല? കാരണം പ്രശാന്തിനെ അറസ്റ്റ് ചെയ്താൽ പ്രശാന്തിൽ നിന്ന് വരുന്ന മൊഴി വളരെ കൃത്യമായിട്ടും ഏറ്റവും പുതിയ മൊഴിയാണ്, ഉന്നത തലങ്ങളിലേക്ക് എത്തും, ഈ കരുത്തന്മാരിലേക്ക് എത്തും. അതുപോലെ പ്രശാന്ത് ഒരു കാര്യം ഓർക്കണം, കാലാകാലങ്ങളായിട്ട് റാന്നി മണ്ഡലത്തിലാണ് ശബരിമല ഉള്ളത്. റാന്നി മിക്കവാറും ഒക്കെ LDFിൻ്റെ CPMൻ്റെയും പിന്നെ ഘടകകക്ഷികളുടെ ഒക്കെ അവർ MLA മാർ ജയിക്കുന്നുണ്ട്. ഒരു MLA പോലും ഇതുവരെ, ഇപ്പോഴാണ് പഴവളം മധു ജയിച്ചു വന്നത് കോൺഗ്രസിൻ്റെ,
ഇതുവരെ ഒരു MLA പോലും ശബരിമലയിൽ തിരിഞ്ഞു നോക്കിയിട്ടാണ്. അവർക്കതിൻ്റെ ആവശ്യമില്ല. ആർക്കാണ് ആവശ്യം? പത്മകുമാർ, പിന്നെ കാലാകാലങ്ങളിലെ ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും, പിന്നെ ഈ പറഞ്ഞതുപോലെ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ, പിന്നെ ദേവസ്വം മന്ത്രിമാർ. ഇവരാണല്ലോ, ഇവർ മാത്രമേ ശബരിമലയിൽ പോകാറുള്ളൂ. ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി ശബരിമലയിലേക്ക് ഇരിക്കുന്ന മണ്ഡലത്തിലെ MLA അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. അപ്പോൾ ഇത്രയും പേർക്കേ അറിയാവൂ. ബാക്കിയെല്ലാം അവിശ്വാസികളാണ്. ഇടത് ഭരണത്തിലൊക്കെ അവിശ്വാസികളാണ്. അപ്പോൾ ഇത്രയും പേർക്ക് മാത്രമേ ശബരിമലയിലെ ഈ മലയ്ക്ക് മേളിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് വ്യക്തമായി അറിയാൻ പറ്റുള്ളൂ. ഈ റാന്നി MLA പോലും തിരിഞ്ഞു നോക്കാറില്ല. ഒരു ഉപയോഗം. കാരണം റാന്നിയിലെ വോട്ടർമാരെ നമ്മൾ തൊഴണം, വലിയ കൂപ്പയിടണം. കാരണം അവർ ഇങ്ങനെ ഒരു അവിശ്വാസികളെ ജയിപ്പിച്ച് വിട്ടല്ലോ ഇത്രയും കാലം. അല്ലേ, ഇത്രയും കാലം ജയിപ്പിച്ചു വിട്ടു. ഇത് അന്ന് വെച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. ഇത് ഞങ്ങളുടെ സാമ്രാജ്യം, ഞങ്ങൾ ഇവിടെ എന്തും ചെയ്യും. ഈ പണം കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മൊത്തം കഴിഞ്ഞു പോകുന്നത്. അതെ, ഈ ശബരിമലയിലെ പണം കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല, ഒരു പരിധിവരെ കേരള സർക്കാരും പിടിച്ചു നിൽക്കുന്ന ഇതൊക്കെ കൊണ്ടല്ലേ. ശബരിമലയിൽ വരുന്ന കോടാനുകോടി രൂപ പലതരത്തിലല്ലേ സർക്കാരിലേക്കും വന്നു ചേരുന്നത്. അത് വൈദ്യുതി കൊടുത്തതിന്റെ പണമായാലും ശരി, വെള്ളം സപ്ലൈ ചെയ്തതിന്റെ, അത് തെറ്റാണ് കേട്ടോ. വൈദ്യുതിക്ക് ഇരട്ടി വിലയില്ല അവിടെ. ഞാനത് കൺഫേം ചെയ്തതാണ്. അത് ഈ സോഷ്യൽ മീഡിയയിൽ ഏതോ വിദ്വാൻ ഒപ്പിച്ച പണി. KSRTC അതെ, ചാർജ് വളരെ കൂടുതൽ. ഭക്ഷണം, കുപ്പി വെള്ളത്തിന് പോലും വലിയ വില കൊടുക്കണമെന്നേ. അപ്പൊ ഇതിന്റെ എല്ലാം ടാക്സ് ഒക്കെ സർക്കാരിലേക്ക് വരുന്നതല്ലേ. ഇതൊന്നും ഞാൻ പറയുന്നത്, ശബരിമലയിൽ സർക്കാർ നേരിട്ട് ശബരിമലയിലെ പണം വാരിക്കൊണ്ട് പോകുന്നില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് സർക്കാരിന് എന്തുമാത്രം വരുമാനമാണ് ശബരിമലയിൽ നിന്ന് കിട്ടുന്നത്. പൂജ ഇനത്തിൽ ദിവസത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പൂജകളാണ് നടക്കുന്നത്. അതും 2040 വരെയൊക്കെ ബുക്കിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയെല്ലാം ഒരു കറവപ്പശുവാക്കി മാറ്റി ശബരിമലയെ. എന്നിട്ട് അതിൻ്റെ പുറത്ത് കൊള്ളയും. അതാണ് സഹിക്കാൻ പറ്റാത്തത്. എന്തായാലും ഇപ്പോൾ PS പ്രശാന്ത് അറസ്റ്റിലാകുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഈ ഉന്നതനിലേക്ക് അന്വേഷണം എത്തുമോ, കൂടുതൽ അടുത്ത് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ഉന്നതനിലേക്ക് അന്വേഷണം എത്തിക്കഴിഞ്ഞു മാത്രമേ നമുക്ക് എത്തി എന്ന് പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴും ഭക്തർക്കും ഈ പറഞ്ഞതുപോലെ ഒരു വിഭാഗം മാധ്യമങ്ങൾക്കും ഈ കാര്യത്തിൽ പരിപൂർണമായ വിശ്വാസമില്ല. ഈ ഉന്നതരിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളത്.